ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്, ദുഃഖവെള്ളി കഴിഞ്ഞുള്ള ശനിയാഴ്ചയാണ്. അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 7 മണി ആയിട്ടുള്ളൂ. ഏതായാലും ഇന്നത്തെ ഓട്ടവും കാര്യങ്ങളും എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇന്നലെ ലേശം മോശമായിരുന്നു, ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അല്ലായിരുന്നു, ലേശം മോശമായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ വൈകുന്നേരം ഇറങ്ങാന്ന് വിചാരിച്ചാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഓട്ടം നിർത്തിയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഓട്ടം നിർത്തിയത്. പക്ഷെങ്കിൽ പെരുമഴയായി പോയി, ഭയങ്കര മഴയായി പോയി. അതുകൊണ്ട് ഓണാക്കി ഇട്ടു, പക്ഷെ ഒന്നും വന്നില്ല. അതുകൊണ്ട് പിന്നെ ആ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഏതായാലും ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിന്റെ അവിടെ പോയി കിടക്കാം. ഓൺലൈൻ ആക്കിയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് ചിട്ടി പൈസ ഒക്കെ കൊടുത്തിട്ട് ഓൺലൈൻ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഓൺലൈൻ ആക്കിയിട്ടില്ല. അപ്പൊ ഏതായാലും നമുക്ക് ഓൺലൈൻ ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ട്രിപ്പ് ലഭിച്ചേക്കാണ് കേട്ടോ. ഒരു അമൃത ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാണ്. അമൃതയുടെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നത്. ഏതായാലും നമ്മൾക്ക് ഇവിടുന്ന് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചേക്കാണ്. ഒരു ജോളി മാത്യു ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഉള്ളത് അമൃത നഴ്സിംഗ് കോളേജിന്റെ അകത്താണ്. ഇപ്പൊ അങ്ങോട്ടായിരുന്നു ആ ഡ്രോപ്പ്. ഇങ്ങോട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് 300 രൂപയാണ് കേട്ടോ ക്യാഷ് കളക്ടർ കാണിച്ചത്. നമുക്ക് 251 രൂപ ലഭിച്ചു കേട്ടോ. അപ്പൊ നമ്മള് അടുത്ത പുറത്തോട്ട് ഇറങ്ങി വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് അടിക്കുമെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ട്രിപ്പ് കിട്ടുമോന്ന് സംശയമില്ലാതെയില്ല. ഇവിടുന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്, കാരണം ഹോസ്പിറ്റലിന്റെ ഏകദേശം അടുത്താണ് കേട്ടോ. അപ്പം ഈ സമയത്തൊക്കെ ഹോസ്പിറ്റലിലോട്ട് ആൾക്കാർ വരാനേ ചാൻസ് ഉള്ളൂ. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ആരെങ്കിലും പോകുന്നുണ്ടോന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്കങ്ങനെ ഇവിടുന്ന് ഒരു ചുണങ്ങംവേലി അടിച്ചേക്കാണ് കേട്ടോ. അതായത് രാജഗിരി ഹോസ്പിറ്റലാകാനാണ് വഴി. ഏതായാലും നമുക്ക് ട്രിപ്പ് ലഭിച്ചേക്കാണ്. ഇവിടെ വെയിറ്റ് ചെയ്തോണ്ട് നമുക്ക് ട്രിപ്പ് ലഭിച്ചു. ഒരു ഷാഹുലാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഷാഹുലിനെ നമുക്ക് ചുണങ്ങംവേലിയിൽ എത്തിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് രാജഗിരി ഹോസ്പിറ്റലിലാണ് കേട്ടോ. ആ ഡ്രോപ്പ് രാജഗിരിയിലേക്കായിരുന്നു. അപ്പൊ നമുക്ക് ലഭിച്ച 322 രൂപയാണ് കേട്ടോ. 480 രൂപയാണ് ക്യാഷ് കളക്ടർ കാണിച്ചത്. 322 രൂപ നമുക്ക് ലഭിച്ചു. അപ്പൊ നമുക്ക് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം. ചായ കുടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം. ഒരു ചായ ഒക്കെ കുടിച്ച് സെറ്റായിട്ട് നിൽക്കാം. ഓക്കെ, ഇനി ട്രിപ്പ് അടിക്കുമോ എന്നറിയില്ല. ട്രിപ്പ് അടിച്ചാൽ എടുക്കാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. ഒരു 137 ട്രിപ്പാണ്. 5 കിലോമീറ്റർ പോകാനാണ് കേട്ടോ. എങ്ങോട്ടാ പോകണ്ടതെന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് അത് പോയി എടുക്കാം. ഓക്കെ, ബുക്ക് ചെയ്തേക്കുന്നത് ഒരു ഷിജിനെയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഷിജിനെ ബുക്ക് ചെയ്ത സ്ഥലത്തോട്ട് ഷിജിനെ കൊണ്ടുവിടാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ആലുവ വന്നു കേട്ടോ. ആലുവ മറ്റേ എറണാകുളത്തിനുള്ള റൂട്ടിലായിരുന്നു. അവിടെ ഒരു പർദീസ എന്ന് പറയുന്ന ഒരു കടയുണ്ടല്ലോ, ആ കടയിൽ അവിടെ അങ്ങോട്ടായിരുന്നു. അപ്പൊ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അതിലേക്കൂടെ പാസ് ചെയ്ത് നമ്മള് മോർച്ചറി അവിടെ വന്ന് നടക്കാണ്. ജില്ലാ ആശുപത്രി മോർച്ചറി അവിടെ വന്ന് നടക്കാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി. ഏതായാലും ഒരു കോള് വരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി പറയാം. ഓക്കെ, അത് കട്ടായി. അപ്പൊ നമ്മളിപ്പോ ടോട്ടലി ഏൺ ചെയ്തേക്കുന്നത് 705 രൂപയാണ് കേട്ടോ. 10:06 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഏതായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഒരു 10 മിനിറ്റ് കൂടെ നോക്കിയിട്ട് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ കൊച്ചിൻ ബാങ്കിന്റെ അങ്ങോട്ട് പോവാം. കൊച്ചിൻ ബാങ്ക് ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയി കിടക്കാം. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് കിട്ടുമായിരിക്കും. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ കിട്ടുന്ന കാര്യം, ഇവിടെയൊക്കെ നിറച്ച് വണ്ടിയാണ്. എന്റെ പുറകിൽ കിടന്നവന്മാരൊക്കെ പോയെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് കുറച്ചങ്ങോട്ട് കയറ്റിയിടാം. ഓക്കെ, ഹലോ. അങ്ങനെ ഇപ്പൊ നമ്മള് വീണ്ടും കറങ്ങി തിരിഞ്ഞ് രാജഗിരി ഹോസ്പിറ്റലിന്റെ അവിടെ വന്നേക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് ആലുവ
മോർച്ചറി റോഡിന് അവിടെ കടന്നു കഴിഞ്ഞപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു 106 രൂപയുടെ ട്രിപ്പ് അടിച്ചു. അത് തൊട്ടടുത്താണ് നമ്മൾ വെയിറ്റ് ചെയ്തതൊന്ന് 106 രൂപ. അത് അവിടെ നിന്ന് പിക്ക് ചെയ്ത് അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു ഹോട്ടലിലോട്ട് പോകാൻ 106 450 മീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ട്രിപ്പ് എടുത്തു. ചായ കുടിച്ചോണ്ടിരുന്നപ്പോ വന്ന് ആ ട്രിപ്പ് എടുത്തിട്ട് അവിടെ കൊണ്ടാക്കി 106 രൂപ കാണിച്ച് അവര് 170 രൂപ തന്നു കേട്ടാ. ബാക്കി 200 പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് അടിച്ചു കളമശ്ശേരിക്ക്. ഇതാണ് 106 രൂപയുടെ ട്രിപ്പാണ് കേട്ടോ. 106 രൂപയിൽ 97 രൂപ നമുക്ക് വീണു. അവര് 170 രൂപ തന്നു. അപ്പൊ തന്നെ വേറൊരു ട്രിപ്പ് കളമശ്ശേരിക്ക് അടിച്ചു. അത് ക്യാഷ് കളക്റ്റഡ് 190 ആയിരുന്നു. നമുക്ക് 163 രൂപ കിട്ടി. 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 7.82 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതില് 163 രൂപ നമുക്ക് ലഭിച്ചു. അപ്പൊ അവിടുന്ന് തന്നെ അടുത്ത ട്രിപ്പ് തിരിച്ച് ആലുവ റെയിൽവേ സ്റ്റേഷൻ അടിച്ചു. അത് 8.63 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം അത് കാർഡ് പേയ്മെന്റ് ആയിരുന്നു. 196 രൂപ നമുക്ക് ലഭിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ട്രിപ്പ് അടിക്കുന്നത്. ഒരു 169 170 രൂപയുടെ ട്രിപ്പ് നമുക്ക് 140 രൂപ കിട്ടി. ആ ട്രിപ്പ് ഒരു ലേഡി ആയിരുന്നു ബുക്ക് ചെയ്തത്. എന്നിട്ട് അവര് വണ്ടിയെ കയറി കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ഒരു സൂപ്പർ മാർക്കറ്റ് കാണുമ്പോ ഒരു മിനിറ്റ് ഒന്ന് നിർത്താവോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് എന്തേലും ഇത് മേടിക്കാനായിരിക്കും ഓർത്ത് ഞാൻ ചവിട്ടി കൊടുത്തു. നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ പോലും നമ്മളത് ചവിട്ടി കൊടുത്തു. അവര് കേറിയിട്ട് ഒരു 2 ഷിമ്മിക്കൂട് നിറച്ച് എന്തൊക്കെയോ പച്ചക്കറി ഉണ്ട്, ബിസ്ക്കറ്റ്, ഏതാണ്ട് കാണാൻ സാധനങ്ങൾ കുറെ ഉണ്ട്. അച്ഛനും ഒരുപാട് സാധനം മേടിച്ചു. ഒരു 15 മിനിറ്റോളം അവിടെ പോയി. ആകെ പൊളിഞ്ഞ് പണ്ടാടക്കി വിൽക്കുകയാണ്. എന്നിട്ട് ഇവര് വന്ന് വണ്ടിയെ കയറി ഒന്നും മിണ്ടിയില്ല. നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ചെയ്തപ്പോ അവര് എന്നോട് പറയാണ് അവർക്ക് ഫിഷും കൂടെ മേടിക്കണം, ഫിഷ് കടയിലൊന്ന് നിർത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നു മാഡം, ഇത് നിങ്ങൾക്ക് ഈ പറയെടുത്ത് പോകാനാണെങ്കിൽ നിങ്ങളൊരു ഓട്ടോ വിളിക്കണം. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഓട്ടോറിക്ഷ കിടപ്പുണ്ട്, അവിടുന്ന് ഓട്ടോ വിളിക്കണം. നിങ്ങളൊരു കാര്യം പറഞ്ഞു ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിർത്താൻ പറഞ്ഞു. ഞാൻ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ അവിടെ നിർത്തി തന്നു. നിങ്ങൾ ഇത്രയും വലിയ ഒരു 15 മിനിറ്റോളം ഇത്രയും വലിയ ഈ 2 ഷിമ്മിക്കൂടെ നിറച്ച് സാധനം എടുത്തോണ്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് തോന്നി. എന്റെ ഒരു മര്യാദക്ക് ഞാനൊരു 5 മിനിറ്റ് നിങ്ങൾ പോയപ്പോ ഞാൻ പറഞ്ഞ പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ പോയത്. നിങ്ങൾ 15 മിനിറ്റ് എടുത്ത് ഓടി നല്ല സാധനം എടുത്തോണ്ട് വന്നു. ഓക്കെ, പക്ഷേങ്കില് ഇതാണ് സംഭവം. ഇത് മേടിച്ച് ഓൾറെഡി 15 മിനിറ്റ് ലേറ്റ് ആയി. എന്നിട്ട് അവരെന്നോട് പറയാണ് ഫിഷ് മേടിക്കാൻ കയറണം. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഓരോ വണ്ടി വിളിച്ചിട്ട് ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ മനുഷ്യത്വത്തിന്റെ പേരിലാണ് നിർത്തി തരുന്നത്. നിങ്ങൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. കാരണം അപ്പൊ അവരെന്നോട് പറയാണ്, ഞാൻ ഇതിന് മുന്നേ വണ്ടി വിളിച്ചിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഇതുവരെ മാർക്കറ്റിൽ കയറും മീനൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ വരുമെങ്കിൽ അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവർ പറയാത്തത്. പക്ഷേങ്കിൽ നമുക്ക് ഞാൻ യൂബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലോ പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, നമ്മളൊരു മനുഷ്യത്തിന്റെ പേര് നിർത്തി തരുന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മീനൊക്കെ മേടിച്ച് വണ്ടി കയറ്റുന്ന സ്മെല്ല് വരും, AC ഇട്ടേക്കുന്നതാണല്ലോ, സ്മെല്ല് പോവില്ല, അതുകൊണ്ട് മീൻ മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് വണ്ടി എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്, ഞങ്ങൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷ വിളിച്ച് വരുന്ന വഴിക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിച്ച് മീനും മേടിച്ച് ഇവിടെ കൊണ്ടാക്കാം. ഇത് 140 രൂപയും തരും. എന്നിട്ട് ഈ മാതിരിയുള്ള കാട്ടായാണ്. മനസ്സിലിരിപ്പൊന്ന് നോക്കണം. യൂബർ വിളിച്ചിട്ട് ഈ നമ്മള് വണ്ടി വിളിച്ച് വന്നു കഴിയുമ്പോ ചെന്നിട്ട് അവിടെ ഇറങ്ങ്, ഇവിടെ ഇറങ്ങ്, എന്താ പറയാ, ഇത് അനുവദിച്ചു കൊടുത്തിട്ടാണ്. ഇതിനു മുന്നേ ആൾക്കാര് വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാര് ഇത് അനുവദിച്ചു കൊടുത്തിട്ടാണ് ഇത് ആവർത്തിച്ചോണ്ടിരിക്കുന്നത്. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മീൻ മേടിക്കാനൊക്കെ യൂബർ വിളിച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാന്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിപ്പോ നോക്കിക്കോ, അവര് ഇപ്പൊ എനിക്ക് റേറ്റ് കൊടുക്കുമ്പോ അവരത് കുറച്ചേ കൊടുക്കുള്ളൂ, ഉറപ്പായിട്ടും കുറച്ചേ കൊടുക്കുള്ളൂ. കാരണം ഇത് നമുക്കൊന്നും പറയാം, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇത് അവര് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മുഷിച്ചിലാവും. നമുക്ക് റേറ്റിംഗ് കാര്യങ്ങളുണ്ട്, അതിനകത്ത് അവര് കുറവ് വരുത്തും. അപ്പൊ യൂബർ വിചാരിക്കുന്നത് എങ്ങനെ, നമ്മൾ അവരോട് ബിഹേവ് ചെയ്തു, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്.
ഇപ്പൊ നമ്മൾ വിളിച്ച് ആ ട്രിപ്പ് ക്രോസ് ചെയ്യുമ്പോ നമുക്ക് അവർക്കൊരു റേറ്റിംഗ് കൊടുക്കണമല്ലോ. ഞാൻ 1 സ്റ്റാറേ കൊടുത്തത്. അല്ല എന്ത് ചെയ്യാന്, എന്താ പറയാ, ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഏതായാലും ട്രിപ്പ് കേട്ടോ. നമ്മളിപ്പോ 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 1302 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. സമയം 11:51 ഓക്കെ, നമുക്കിവിടെ വെയിറ്റ്, നമ്മൾ തിരിച്ച് രാജഗിരി ഹോസ്പിറ്റലിന്റെ അവിടെ വന്ന് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ആലുവ മെട്രോ സ്റ്റേഷൻ ആണ് കേട്ടോ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമുക്ക് ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഒരു 175 രൂപയുടെ ട്രിപ്പാണ്. ട്രിപ്പ് തന്നിരിക്കുന്നത് മൈഷ കേട്ടോ. മൈഷ എന്ന് പറയുന്ന ലേഡിയാന്ന് തോന്നുന്നു. ഏതായാലും മൈഷയുടെ നമുക്ക് മെട്രോ സ്റ്റേഷനിലാക്കാം. ഓക്കെ, ആലുവ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. തറപറാന്നും പറഞ്ഞ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോ ഒരു ട്രിപ്പ് വന്നായിരുന്നു. പക്ഷെ അതെടുത്തു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അവർ ഓക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ അവർ പതുക്കെ ക്യാൻസൽ ചെയ്തോണ്ട്. ഏതായാലും നമുക്ക് മൈഷനെ മെട്രോ സ്റ്റേഷനിൽ എത്തിക്കാം. ഓക്കെ, നമ്മളപ്പം മൈഷനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഒരു രക്ഷയുമില്ല, ഭയങ്കര ചൂട്. 1 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്ത് കേട്ടാ. എന്നിട്ടാണ് നമുക്ക് ഈ ട്രിപ്പ് ലഭിച്ചത്. മൈഷ കാത്തു നിൽക്കുമെന്നറിയില്ല. കാരണം ഇതിന് മുന്നേ ഒരു 5 മിനിറ്റ് ഞാൻ ചോദിച്ചു. ഒരു 10 മിനിറ്റ് ഊണ് കഴിച്ചോണ്ട് ഊണങ്ങ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിപ്പ് അടിച്ചേക്കുന്നു എടപ്പള്ളിക്ക്. അപ്പൊ ഒരു 5-10 മിനിറ്റ് ചോദിച്ചു. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഞാൻ ചോറിനോട്ടിരിക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. മെസ്സേജ് കിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ക്യാൻസൽ ചെയ്തു. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും സംഭവം കത്തിയത്. ഇതൊരു കനാലാണ്. കനാലിന്റെ അക്കരെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. പക്ഷെ പണിയാകാൻ ചാൻസ് ഉണ്ട്. പുറകില് വണ്ടിയുണ്ട്. നമ്മളിപ്പോ ലൊക്കേഷനിലെത്തി. എന്ത് ചെയ്യുമെന്ന് നോക്കിയതുണ്ട്. ലൊക്കേഷൻ കിടക്കുന്ന നോക്കി. ലൊക്കേഷൻ കിടക്കുന്ന ഇവിടെ, നമ്മൾ നിൽക്കുന്നത് ഇവിടെ. ഇതൊരു കനാലാണ് പോണത്. ഇതുണ്ടോ, ഇതൊരു കനാലാണ്. അക്കരെയാണ്. ഗൂഗിൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്ന് നോക്കണം. ഏതായാലും ഈ ഏരിയയിൽ അങ്ങനെ ഉണ്ടോന്ന് ബുക്ക് ചെയ്യാൻ നമുക്ക് വിളിച്ചു നോക്കാം. എന്ത് പറയാനാണ്. റോസ് ഗാർഡൻ സർവീസ് റോഡ് അപ്പാർട്ട്മെന്റ്. റോസ് ഗാർഡൻ AKK റോഡ്. അതെവിടെയാണ് റോസ് ഗാർഡൻ? നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, വണ്ടി എത്തിയിട്ടുണ്ടല്ലോ.
രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണ് ബുക്കിംഗ് വന്നേക്കുന്നത്. റോസ് ഗാർഡൻ. അപ്പം ഹലോ, ഇതിപ്പോ എവിടെ നിക്കുന്നത്? ഈ AKK റോഡ് എന്നൊക്കെ പറഞ്ഞ ആളാണോ? ഇല്ല ഇല്ല ഇല്ല. ഇത് അവിടുന്ന് കൊറേ ഇങ്ങ് മാറിയാണല്ലോ കാണിച്ചത്. ഞാനിപ്പോ ഹോസ്പിറ്റലിന്റെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ. ആ എന്ത് ചെയ്യുമെന്ന് പറ. അവര് നിൽക്കുന്ന രാജഗിരി ഹോസ്പിറ്റലിനകത്ത് റോസ് ഗാർഡൻ സർവീസ്ഡ് അപ്പാർട്ട്മെന്റ് എന്നും പറഞ്ഞാണ്ടാ കാണിച്ചേക്കുന്നത്. അത് ഹോസ്പിറ്റലിനകത്തുള്ളത്. എന്ത് പറയുമെന്ന് പറ. അവര് ബുക്ക് ചെയ്തേക്കുന്ന ഒരിടത്ത്, നമ്മൾ വന്നേക്കുന്ന വേറൊരിടത്ത്. ഈ 140 രൂപ ട്രിപ്പിന് വേണ്ടി ഇപ്പൊ എത്ര കിലോമീറ്റർ വെറുതെ ഓടിന്ന് വെച്ചാൽ. അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയില്ല കേട്ടോ. അവര് ബുക്ക് ചെയ്ത് വേറെ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സാരംഗാണ് കേട്ടാ. ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വഴി തന്നെ ഇപ്പൊ ഉണ്ട്. ഓക്കെ, അപ്പൊ സാരംഗിനെ നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഓക്കെ, പിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാ. നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ആളെ ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും മോർച്ചറി റോഡിന്റെ അവിടെ വന്ന് നടക്കാണ് കേട്ടാ. പോലീസ് ക്വാർട്ടേഴ്സിന്റെ ഒക്കെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ജനറൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയാണ്. അപ്പൊ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യട്ടെ. 8ഉം ചെറിയ 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 ട്രിപ്പുകളാണ്, എന്നാലും കുഴപ്പമില്ല. 8ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആലുവ കിടന്നുള്ള കളിയാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ട്രിപ്പ് വരട്ടെ. അങ്ങനെ ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല കേട്ടോ. നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ്. CNG 2 ഘട്ടം കൂടെ ഉള്ളൂ. CNG അടിക്കാൻ പോവാം. അതൊക്കെ ഇവിടെ നിന്ന് നീങ്ങാം. ഓക്കെ, നമുക്ക് അങ്ങനെ റിപ്പോർട്ടർ ചാനലിന്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷനാന്ന് തോന്നുന്നു. അപ്പൊ നമ്മളത് പിക്ക് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് CNG ഇല്ലായിരുന്നു. നമ്മൾ വന്ന് CNG ഒക്കെ അടിച്ച് ഫില്ലാക്കി. ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് പോകുന്ന വഴിക്കൊന്നും ട്രിപ്പ് ലഭിച്ചില്ല കേട്ടാ. എല്ലാം ഈ 130, 140 അത്ര ഉള്ള ട്രിപ്പുകളാണ്. എല്ലാം ഈ കഞ്ഞി ട്രിപ്പാണ് വരുന്നത്. കഞ്ഞി ട്രിപ്പ്. ഓക്കെ, ഏതായാലും നമ്മളത് എടുത്തു. അപ്പൊ നമ്മളത് കൊണ്ടാക്കാം കേട്ടാ. ഒരു ആഷ്നാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മളങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മള് ആലുവ മോർച്ചറി റോഡിൽ വന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടുന്ന് ട്രിപ്പ് അടിക്കാത്തതുകൊണ്ട് കാലിക്കടുത്ത് മറ്റേ കൊച്ചിൻ ബാങ്ക് റോഡ് വഴി അങ്ങനെ കളമശ്ശേരി പോയി. അവിടെ പോയി CNG ഒക്കെ അടിച്ചോണ്ടിരുന്നപ്പോ അവിടുന്ന് വീണ്ടും ആലുവ റെയിൽവേ സ്റ്റേഷൻ അടിച്ച്. ഇതിപ്പോ 2ാമത്തെ 3ാമത്തെ തവണയും കൊണ്ടാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇതുവരെ ഇവിടുന്ന് ഒരു മോശം കിട്ടിയിട്ടില്ല. രാവിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ ഓൾറെഡി 9 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 1621 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. രാവിലെ എല്ലാം ഒന്ന് ഓണാക്കി ഇട്ടായിരുന്നു. പക്ഷെ വലിയ മെച്ചം ഇല്ലാത്തതുകൊണ്ട് ഞാനെല്ലാം ഓഫാക്കി കളഞ്ഞു. ഓക്കെ, ഏതായാലും ട്രിപ്പ് വരട്ടെ. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ. നമ്മുടെ 10ാമത്തെ ട്രിപ്പ് കളമശ്ശേരിയിലേക്കായിരുന്നു. ഒരു കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റലാണ് കേട്ടോ. അതിന്റെ ഫ്രണ്ടില് റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിനകത്തൂടെയാണ്.
അപ്പൊ നമുക്ക് നമ്മുടെ ആലുവയിൽ നമ്മളിപ്പോ 3ാമത്തെ തവണയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുന്നത്. 2ാമത്തെ തവണ നമുക്ക് അവിടുന്ന് ട്രിപ്പ് കിട്ടാത്തതാണ് നമ്മൾ അവിടുന്ന് കാലിക്കെടുത്ത് കളമശ്ശേരിക്ക് പോകുന്നു. കളമശ്ശേരി വന്ന് CNG ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷൻ അടിച്ച് പിന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. കാരണം എങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് കളമശ്ശേരി അടിച്ച് ഇന്നെല്ലാം ഇപ്പൊ നമ്മള് 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇന്നെല്ലാം 160, 168, 172 ആ ഒരു റേഞ്ചിലാണ് ട്രിപ്പുകളെല്ലാം വന്നത്. ട്രിപ്പ് ഉണ്ടാവും വെച്ചാൽ ട്രിപ്പ് ഉണ്ട്, പക്ഷെ എങ്കിൽ പൈസ ഇല്ലാതെ എല്ലാം കഞ്ഞി ട്രിപ്പുകളാണ് കിട്ടിയേക്കുന്നത്. അപ്പം അല്ല 5 കിലോമീറ്റർ 6 കിലോമീറ്ററിനുള്ളിൽ വരുന്ന ട്രിപ്പുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം വലിയ ട്രിപ്പുകളൊന്നും. ആകെ ഒരു ട്രിപ്പ് മാത്രം രാവിലെ ഒരു 350 രൂപ 300 ചില്ലാൻ രൂപ കിട്ടി. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ നമ്മളിപ്പോ കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വഴിയിലൊക്കെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. കോളേജിന്റെ കോമ്പൗണ്ട് ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ പതുക്കെ ഉരുട്ടി റൂട്ടിലോട്ട് ഇറങ്ങാണ്. അങ്ങനെ 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 1789 രൂപ നമ്മൾ ലഭിച്ചു. നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി റോഡ് സൗത്ത് കളമശ്ശേരിയാണ്. ബ്ലൂ ഡാർക്ക് എന്നും പറഞ്ഞ ഒരു എന്താണെന്ന് അറിയത്തില്ല, അതൊരു ഫ്ലാറ്റാണോ എന്താണോ. അപ്പൊ അവിടെ നിന്നാണ് ഒരു കമൽ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടാ. ഇതും 150 രൂപയുടെ ട്രിപ്പാണ്. എല്ലാം ചെറിയ ട്രിപ്പാണ്. ഇന്നിപ്പോ 11ാമത്തെ ട്രിപ്പാണ്. 2000 ആയെന്ന് വെച്ചാൽ 2000 ആയിട്ടില്ല. എന്ത് പറയാനാന്നോ, എല്ലാം കഞ്ഞി ട്രിപ്പുകളാണ് വരുന്നത്. ഓക്കെ, നമുക്കപ്പോ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ആ ട്രിപ്പും കംപ്ലീറ്റ് ആകട്ടോ. നമ്മളിപ്പോ ദേശാഭിമാനി റോഡിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മള് 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 1891 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് കലൂര് സ്റ്റേഡിയം റോഡിലോട്ട് കയറാം. ഓക്കെ, ഇനി എല്ലാം അടിക്കാതെ എടുക്കാം, ഇല്ലെങ്കിൽ കലൂര് സ്റ്റേഡിയം റോഡില് കയറാം. അങ്ങനെ നമ്മള് സ്റ്റേഡിയത്തിന്റെ അവിടെ വന്നേക്കാണ് കേട്ടോ. ഇതാണ് സ്റ്റേഡിയം റോഡിലാണ്. ഇതിപ്പോ പേയാൻ പാർക്കിംഗ് ആണ് കേട്ടോ. പക്ഷെ എങ്കിൽ പുള്ളിക്കാരത്തി വരികയാണെങ്കിൽ നമുക്ക് എടുത്തോട്ട് പോകാം. അപ്പൊ നമുക്ക് എല്ലാം ചെറിയ ട്രിപ്പാണ്, അതാണ് ഒരു വിഷമം. ഇപ്പൊ നമ്മുടെ സ്റ്റേഡിയം റോഡിലാണ് കേട്ടോ. സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് പോന്നു. സ്റ്റേഡിയത്തിന്റെ അവിടുന്ന് തമ്മന റോഡിലാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് ട്രിപ്പൊന്നും ലഭിച്ചില്ല. ആകെ ശോകമാണ് കണ്ട. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. പുറത്താണെങ്കിൽ അതിലേറെ സൗണ്ട് ആയിരിക്കും അല്ലെ. ഏതായാലും നമ്മള് സമയം 5:40 ആവാൻ പോന്നു. നമ്മൾ 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഇറങ്ങിയതാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ചൂട് കാരണം തലയൊക്കെ അങ്ങോട്ട് ഭയങ്കര ഒരു ഇത്. ഒന്നാമത്തെ കാര്യം എല്ലാം അങ്ങോട്ട് ചെറിയ ട്രിപ്പാണ്. ചെറിയ ട്രിപ്പ് എടുത്തതന്നെ പണി. നമ്മൾ ഓടുന്നതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ട. കാരണം ഈ ബ്ലോക്കിനകത്തൂടെ ചവിട്ടി ഇനിയിപ്പോ അങ്ങോട്ട് ബ്ലോക്കാണ്. അപ്പൊ ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ടോട്ടലി ഏൺ ചെയ്തേക്കുന്നത് 1891 കേട്ടോ. 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. യൂബർ മാത്രമേ ഇന്ന് ട്രിപ്പ് തന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഒന്ന് ഓണാക്കി ഇട്ടെങ്കിൽ പോലും ആരും മൈൻഡ് ചെയ്തില്ല. അവർ യൂബർ മാത്രമേ ട്രിപ്പ് തന്നുള്ളൂ. 11 ട്രിപ്പ് വന്നു. ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഇതാണ് എല്ലാം ഈ ചെറിയ ട്രിപ്പുകളാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. നാളെ ഈസ്റ്ററാണ്. ഈസ്റ്റർ പ്രമാണിച്ച് എങ്ങനെയായിരിക്കും ഓട്ടോ എന്ന് അറിയില്ല. ഏതായാലും നമുക്ക് നാളെ ഇറങ്ങി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ.